സോറി ഇന്നലെ രാത്രിയിലത്തെ ക്ഷീണം കൊണ്ട് ഞാൻ അല്പം ഉറങ്ങിപ്പോയി. ഒന്നുമില്ലെങ്കിലും ഞാനൊരു പ്രൊഫഷണൽ തീഫല്ലേ. അയ്യടാ പ്രൊഫഷണൽ തീഫ്. എന്താ നിനക്കൊരു പുച്ഛം പോലെ? എടാ എന്നെ സർക്കാർ അംഗീകരിച്ച് സ്റ്റേഷനിൽ ഫോട്ടോ വെച്ചിട്ട് കൊല്ലം 3 നാൾ കഴിഞ്ഞു. നിന്നെ പോലൊന്നും പറഞ്ഞിട്ടില്ല. എടാ എന്നെ പോലുള്ള ഭീകര കള്ളന്മാരുടെ ഫോട്ടോ ഒന്നും സ്റ്റേഷനിൽ വെക്കാറില്ല. വെച്ചാൽ തന്നെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് വിവരം അറിയും. അറിയാവാ? അയ്യോ സോറി, ഞാൻ അറിഞ്ഞില്ല കേട്ടോ ഇങ്ങനെ ഒരാളാണെന്ന്. എന്ത് പറ്റിയടാ? എന്തുപറ്റി? എന്താണെന്നറിയില്ല, ഈയിടെയായിട്ട് സൂര്യപ്രകാശം കണ്ണിലടിച്ച ഭയങ്കര പെയിനാ. ആണാ? അത് പ്രായമായവർക്ക് കണ്ണിൽ തിമിരം വരും. ഡോക്ടറെ കാണിച്ചാൽ മതി. വെറുതെ അമ്പലത്തിൽ നടന്ന് പുളു അടിക്കല്ലേ. 4 രാത്രി ആ മേമനത്തിന്റെ കയ്യിൽ നിന്ന് ഊരിയെടുക്കാൻ പറ്റുവാണ് എനിക്കറിയാം. ഒരു പ്രൊഫഷണൽ തീഫ്. ശരിയാ, എന്തൊരു ഇടിയായിരുന്നു അങ്ങേരി. വൃത്തി കേട്ടവൻ ചെളി. എന്റെ കന്നുകാലികളെ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതി. പള്ളിയിൽ കയറിയിട്ട് പൊന്നും കുരിശു പോയിട്ട് ഒരു ഉണക്കക്കുരുത്തോല പോലും കിട്ടിയില്ലല്ലോ. അല്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇയാൾ അച്ഛനാവാൻ വേണ്ടി കരാട്ട പഠിച്ചതായിരിക്കോ? ഏയ്, അതായിരിക്കില്ല. പണ്ട് നാട്ടിൽ അടി ഉണ്ടാക്കിയപ്പോ നാട്ടുകാർ ഓടിച്ചിട്ട് പിടിച്ച് സെമിനാരി ചേർത്ത് അച്ഛനാക്കിയതായിരിക്കും. ആയിരിക്കും ആയിരിക്കും. കേറുന്നില്ല. ഓ ഷൂസോ. ഇനി നിന്റെ ചെരുപ്പെടുക്കാൻ മറക്കണ്ട. അത് ഞാൻ മറക്കും. പൊന്നും കുരിശ് തരാം, പട്ടുവള തരാം, പശുക്കുട്ടിയെ തരാം എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തരെ കയ്യിൽ നിന്ന് 1000, 2000, 3000 ഒക്കെ വാങ്ങിയത് എങ്ങനെ ഇനി തിരിച്ചു കൊടുക്കുന്ന ഞാൻ ആലോചിക്കുന്നു. അത് തന്നെ ഞാനും ആലോചിക്കും. മദനാ, നോക്ക് നോക്ക്, പാത്തുമ്മയുടെ കടം തീർന്നടാ. ആനമുറ്റത്തെ തുപ്പാക്കി ചന്തു ആൽത്തറയിൽ കിടന്ന് ഉറങ്ങിയ പാത്തുമ്മേരെ കട എങ്ങനെ തീരും? അങ്ങനെയാണെങ്കിൽ ഇത്തിരി മുമ്പേ ഞാൻ കിടന്ന് ഉറങ്ങുമ്പോ നമ്മുടെ ഇത്തിരി കടമെങ്കിലും തീരണ്ടേ? അത് നോക്ക്. ഓ എന്നത് പൊക്കാം പൊക്കാം പാം പാം. എവിടെയാണ് സാധനം കണ്ടുവച്ചിരുന്നെന്ന് പറഞ്ഞിരുന്നേ? ഞാൻ വന്ന് കൊണ്ടുപോരില്ലായിരുന്നു. ഇത് തന്നേരെ. ഇത് വേറെ ആക്കുള്ളതാ. അത് വേണ്ട, എനിക്ക് ഇത് മതി. ലോനപ്പനുള്ളത് ഇതല്ല, ലോനപ്പനുള്ള അടുത്ത ലോഡിൽ വരുന്നുണ്ട്. അത് വരുമ്പോ തരാം. അത് ശരിയാവൂല. അയാൾക്കുള്ളതാ. എനിക്ക് ഇത് മതി. ഇത് അയാൾക്കുള്ളതാണ്. എനിക്കിത് മതി. അയാൾക്കുള്ളതാന്ന് പറഞ്ഞില്ലേ? നമുക്ക് എന്താടാ ഇവിടെ? കുട്ടിയേട്ടാ, ഇത് എനിക്ക് തരാനുള്ള കാളക്കുട്ടിയാ. നിനക്ക് തരാൻ പോണല്ലേ, അതിനുമ്പ് നീ കരണന്തിനാ? നേരത്തെ തന്നെ കൊടുക്കാൻ പോയതാ, അപ്പൊ വേണ്ടാന്ന് പറഞ്ഞു. നിന്റെ തള്ളേനെ വേണമെങ്കിൽ ഒരാഴ്ച മുമ്പെങ്കിലും പറയണം, മനസ്സിലായ? ഗോവിന്ദൻകുട്ടി ചേട്ടന് അസിസ്റ്റന്റ് ചേട്ടന് സുഖം തന്നെ അല്ലേ? പോകുന്ന ചേട്ടാ പോയിട്ട് ഒത്തിരി ബിസിയാണ്. വണ്ടി കയറാ. നിന്നോടല്ല അവനോടാ. കേറുണ്ടില്ലേ? ആനമുറ്റക്കാരെ നടക്കിരുത്തം കൊണ്ടുവന്ന മുറിയെ തൊട്ട് അശുദ്ധാക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നത്? ആനമുറ്റത്തുകാരെ നെറ്റിലെഴുതി ഒട്ടിച്ചിട്ടുണ്ടോ? ഇതേ ലോനപ്പന്റെയാ. ചൂലെ, ആനമുറ്റത്തുകാരുടെ പറമ്പിൽ വീണ തേങ്ങയ്ക്കും വാങ്ങിക്കുന്ന ഒട്ടിപ്പില്ലടാ. പക്ഷേ ഒരുത്തിരിന്നോളം തൊടാൻ ധൈര്യം കാണിച്ചിട്ടില്ല. തൊട്ട അപ്പ അവന്റെ കൈ വെട്ടും. മൂല്യ താഴേർക്കടാ. എടാ മൂല്യ താഴേർക്കാൻ പറഞ്ഞാ കേൾക്കാതിരിക്കാൻ മാത്രം നിന്റെ തന്താരാടാ. വിടവി. ആനമുറ്റത്തുകാരൻ നെഞ്ഞത്ത് ചവിട്ടി ഒരുത്ത് നടന്നു പോണത് കണ്ടില്ലേ? ഇവരോട് ചോദിച്ച ഈ സർവാട്ടിലെ ആൺകുട്ടിയോട് ആരുമില്ലേ? എടാ രാമകൃഷ്ണ, രാജീവാ.
ആനമുറ്റത്തെ ഉണ്ണിമാര് റൗഡികളല്ല. പക്ഷെ റൗഡിസം കാണിക്കാൻ വരുന്നാല് പീസാക്കി വെട്ടി നിർത്തി പ്ലാസ്റ്റിക് കവറിലാക്കി തേച്ചിപ്പറ ഡാമിനറി ഓർത്തോ. പാത്തുമ്മക്ക് 8 മാസം പ്രായം. എന്ത് 8 മാസം? പാത്തുമ്മക്കല്ല, 8 മാസം പ്രായമുള്ള ക്രാവിനെ വേണോന്ന്. അത് ശരി, വായിക്കും. ലോനപ്പന് 16-ാം തീയതി കല്യാണം. മട്ടം പരുവത്തിലുള്ള ഒരു പശുക്കിടാവ്. ശങ്കരൻകുട്ടി ഓർഡർ അനുസരിച്ച് കൊണ്ടുവന്ന ഉള്ള ചന്ത മുഴുവൻ കാര്യമാവും. ഒരു കാര്യം ചെയ്യും മദന, പാത്തുമ്മക്കുള്ളത് നീ നോക്ക്, ലോനപ്പനുള്ളത് ഞാൻ നോക്കാം. അതോ? ഇളക്കം. ഇതാർക്കുള്ളടേ? ഇത് വിൽക്കണില്ല. അതാ നല്ലത്. ഇത് വേണോ അണ്ണാ? എന്നാ പിന്നെ ഇത് നോക്കി. അത് ഞാൻ കണ്ടതാ. ഇവനെന്താ ഇങ്ങനെ ഒറ്റ തിരിഞ്ഞിരിക്കണേ? ഹിപ്പോപ്പൊട്ടാമസിന് കൊമ്പുവെച്ച പോലെ കൊമ്പൈ, നല്ല കൊമ്പൈ. എന്റെ പൊന്നുമോനിനി ഇടവും വലവും നോക്കാതെ നേരെ വെച്ച് പിടിച്ചോ. അവരാച്ചന്റെ വീട്ടിലെത്തിയിട്ടേ നിക്കാവൂ. അവരാച്ചന്റെ വിടോ? അപ്പൊ ലോനപ്പനോട് എന്ത് പറയും? ആ തലതെറിച്ച പാത്തുമ്മത്തള്ളയ്ക്കുന്ന പശുവിനെ കൊടുത്തില്ലെങ്കിൽ അവർ നമ്മളെ തലവെട്ടും. കഴിഞ്ഞ കൊയ്ത്തിന് അവരാച്ചൻ കാശ് എന്നതാ. വിശാലായിട്ട് ഒരാഴ്ച സൂചിച്ച് നടന്നില്ലേ? സീനോട്ട് അനുസരിച്ച് കൊടുത്താൽ മതി. നടക്കടാ. ഇനി ഇങ്ങനെ ഈ ഒന്നും പാതി ഒന്നും പൊക്കാൻ പോണ്ട. പൊക്കണെങ്കിൽ ഒരു 5 എണ്ണത്തിന് ഒന്നിച്ചങ്ങ് പൊക്കി. അതെന്തിനാ ചന്ത തുടങ്ങാനാ? ചന്ത തുടങ്ങാനല്ല, പിന്നെ കാശ് വാങ്ങിയവന്മാര് ഇല്ലേ നമ്മളെ കിടത്തി പൊറപ്പിക്കില്ല. അവന്മാർക്ക് കാശ് എന്നിട്ട് അടുത്ത ദിവസം കാളെത്താ പശുവിനെത്താ നിങ്ങൾ പറഞ്ഞാൽ മതി. ഇതിന്റെ കട്ടപ്പാടും ബുദ്ധിമുട്ട് അവർക്ക് അറിയില്ലല്ലോ. അതെ അതെ, അതുകൊണ്ട് റേറ്റ് അല്പം കൂട്ടണം. പിന്നെ മുക്കാല് നിനക്കും കാലെനിക്കും എന്നുള്ള ഏർപ്പാട് ഇനി ശരിയാവൂല. നമ്മൾ ഒരുമിച്ച് തുല്യമായി കഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ഇനി മുതൽ കിട്ടുന്നതിൽ പപ്പാതി. ആദി 50-50, പകുതി പകുതി. അത് ശരി. ഒരു കാര്യം ചെയ്യ്, നീ ഒരു ബ്രാഞ്ച് തുടങ്ങ്. ഹെഡ് ഓഫീസിൽ ഞാൻ ഇരുന്നോളാം. നിന്റെ സ്ഥിരം പരിപാടിയാണ് പാലം കിടക്കുമ്പോ കൂരായണ എന്നുള്ളത്. കൂരായന മാത്രം പറയരുത്. പിടിപ്പിക്കാൻ വന്നതല്ല. പാണ്ടിക്കാളയാണ് പൊട്ട. ഇതിന് ഇംഗ്ലീഷ് പറഞ്ഞാൽ മനസ്സിലാവൂല. ഇവന് തമിഴ് കൂപ്പറാ. നീ എന്താ പറഞ്ഞത്? തമിഴ് കൂവാനോ? കൂവാനല്ല, കൂപ്പിടാൻ. സിന്ധുവിനെ കൊണ്ട് കെട്ടിക്കാൻ മോനെ ഒന്ന് നിന്നെ. കല്യാണം കേട്ടപ്പോ നിന്ന് ഓടിക്കോ രമണ. സമ്മതത്തിന് നിനക്ക് സമ്മതമല്ലെങ്കിൽ വേണ്ട. നിന്റെ ഒരിഷ്ടത്തിന് നമ്മൾ എതിരെ നിൽക്കില്ല. കൊണ്ടുപോയടാ.